ഐലാശ്ശേരി അത്താണിയിൽ വൻ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ അടിക്കാടുകൾക്കാണ് തീപിടിച്ചത്. നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ വൻ നാശനഷ്ടങ്ങൾ ഒഴിവായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തീയണക്കാനുള്ള ശ്രമം തുടങ്ങി. സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് തീ പടരാതിരുന്നത് വലിയ നാശനഷ്ടം ഒഴിവാക്കി. തുടർന്ന് തിരുവാലിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സ്റ്റേഷൻ ഓഫീസർ N ഗോപാലകൃഷ്ണൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രദീപ് കുമാർ, ഉദ്യോഗസ്ഥരായ വിപിൻ ഷാജു, I അബ്ദുള്ള, നിഷാദ്, ഭരതൻ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. തീപിടുത്തമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. വിളിച്ചുകാരൻ ഒച്ച കേട്ടപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ നവാസിൻ്റെ വാപ്പയും മാത്രമേ ഉള്ളൂ. ഈ ആളിക്കത്തനെയും കണ്ടു. ഈ ആളിക്കത്തനെ ഞാൻ കിടത്താൻ കൂടി റബ്ബറിലേക്ക് കിടക്കാതെ പിന്നെ ഒരുപാട് പേര് വന്നു. നമ്മളെ അയൽവാസികളൊക്കെ ഇത് കണ്ടിട്ട് ഓടി വന്നു. റബ്ബറിൽ കിടക്കാതെ ഇരിക്കാൻ എല്ലാവരും പരിശ്രമിച്ചു. റബ്ബർ തോട്ടത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ വെറും ഇങ്ങനെ വള്ളികൾ മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ വള്ളികൾ മാത്രമേ റബ്ബറിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് സ്ഥലം കടന്നു അത് കെടുത്തി. നാട്ടുകാരെല്ലാവരും കൂടി കെടുത്തി. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ. അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ഫയറുണ്ടായിട്ട് അതിപ്പോൾ കെടുത്തി. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് തീ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ തീ ഉച്ചയ്ക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ കരുതുന്നത് പെട്ടെന്ന് അണയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ വിചാരിച്ചോടത്ത് നിൽക്കുന്നൊക്കെ. പക്ഷേ തീയിടുമ്പോൾ ഓട്ടോമാറ്റിക് ഈ നല്ല ചൂടാണ്, കാറ്റ് വരും, ഓട്ടോമാറ്റിക് തീ പിടിച്ചോടത്ത് കിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് തീ ഇടരുതെന്ന് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ വലിയ വലിയ തോട്ടങ്ങളിലൊന്നും സ്വയം രക്ഷാപ്രവർത്തനം നടത്തരുത്. കാരണം അവിടെ നിങ്ങൾ അടി തെന്നി വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. ന്യൂസ് നൗ കരുവാരക്കുണ്ട്.